ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ശമൂവേലിൻ്റെ 1-ാം പുസ്തകമാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 2-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം. ചിന്തയ്ക്ക് ആധാരമായിട്ട് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം വാക്യം വായിച്ചു കേൾപ്പിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എഫ്രൈം മലനാട്ടിലെ രാമാഥയും സോഫീമിൽ എൽക്കാന എന്നു പേരുള്ളൊരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ ഏലീഹുവിൻ്റെ മകനായ യെരോഹാമിൻ്റെ മകൻ ആയിരുന്നു. ഏലീഹു എഫ്രൈമിനായ സൂഫിൻ്റെ മകനായ തോഹുവിൻ്റെ മകൻ ആയിരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശമൂവേലിൻ്റെ ജീവിത ചരിത്രത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴിതെളിക്കുന്ന വിഷയമാണ്. അർത്ഥാൽ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം ആരംഭിക്കുന്നത് എൽക്കാനയുടെ കുടുംബ പശ്ചാത്തലത്തോടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നോക്കുക, ദൈവം വേർതിരിക്കുന്നവരുടെ, ദൈവം ഉപയോഗിക്കുന്നവരുടെ ചരിത്രം ദൈവം എത്രമാത്രം ശ്രദ്ധയോടെ കാണുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ ആകാത്ത അത്ര ആനന്ദം ഹൃദയത്തിന് തരുന്ന അനുഭവമാണ്. ലോകത്തിലെ അറിയപ്പെടുന്ന ആളുകളാൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അല്ല, ലോകത്തിൽ മറ്റുള്ളവർ നമ്മെ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും പലർക്കും സന്തോഷവും ആനന്ദവും തോന്നാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആകാശഭൂമികളെ ഉണ്ടാക്കിയ നമ്മുടെ ദൈവമായ യഹോവയുടെ, നമ്മുടെ കർത്താവിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ ശ്രദ്ധ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ട് എന്ന് വന്നാൽ അത് എത്രമാത്രം അനുഗ്രഹീതമായ വിഷയമാണ്. കർത്താവിൻ്റെ മക്കളെ സ്വർഗം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തിനും ധൈര്യത്തിനുമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇതാ ശമൂവേലിൻ്റെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ എൽക്കാന എന്ന പുരുഷൻ എന്നുള്ള രേഖയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ എൽക്കാനയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നതും നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമൂവേലിൻ്റെ പിതാവായ എൽക്കാനയുടെ വേരുകൾ ലേവി ഗോത്രത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്താണ് ലേവി ഗോത്രത്തിൻ്റെ പ്രത്യേകത? അവർ ദൈവത്തിനായി നിലനിന്നവരാണ്. അതുകൂടാതെ ദൈവം പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ച ഒരു ഗോത്രമാണ് ലേവി ഗോത്രം എന്ന് പറയുന്നത്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ യഹോവയുടെ ആലയത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തമ്പുരാൻ വേർതിരിച്ച ഗോത്രമാണ് ലേവി ഗോത്രം എന്ന് പറയുന്നത്. ആ ഗോത്രത്തിൽ നിന്നുള്ള എൽക്കാനായുടെ മകൻ ആ ശമൂവേൽ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീതമായ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ദൈവത്തിനായി സമർപ്പിക്കുവാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. ദൈവത്തിനായി സമർപ്പിക്കുന്നതിനേക്കാൾ അനുഗ്രഹീതമായ, ഭാഗ്യകരമായ, ശ്രേഷ്ഠമായ മറ്റൊരു വിഷയം നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിനായി സമർപ്പിച്ച ഈ ലേവി ഗോത്രത്തിൽ നിന്ന് ദൈവം അനുഗ്രഹത്തിന് നിദാനമായിട്ടുള്ള ശമൂവേൽ എന്ന മനുഷ്യ
മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ചരിത്രം കാണുവാൻ കഴിയുകയാണ്. ഇവിടെ എന്താണ് ആത്മീക പാഠമായി മറഞ്ഞു കിടക്കുന്നത്? ദൈവത്തിനായി സമർപ്പിക്കപ്പെടുമ്പോൾ തലമുറകളെ ഉപയോഗിക്കുന്നൊരു ദൈവമുണ്ട്. തലമുറകളെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ വ്യക്തമായി ഇത് ചിന്തിക്കണം. ഞാൻ എൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചാൽ എൻ്റെ തലമുറകളെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാൽ അവർ ദൈവത്തോട് വിശ്വസ്തരായി നിലനിന്നാൽ ദൈവം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അത് തന്നെയുമല്ല, തലമുറകളെ ആദരിക്കുന്നൊരു ദൈവം, ജനമധ്യത്തിൽ ഉയർത്തിക്കാണിക്കുന്നൊരു ദൈവമുണ്ട്. അതല്ലേ ശമൂവേലിൻ്റെ ജീവിതത്തിൻ്റെ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്? ദാൻ മുതൽ ബേർഷേബ വരെയുള്ള സകല ഇസ്രായേലും യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഈ ശമൂവേലിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കാരണം സമർപ്പിക്കപ്പെട്ട ഒരു പിതാവിൻ്റെ, സമർപ്പിക്കപ്പെട്ട ഒരു ഗോത്രത്തിൽ നിന്ന് അവൻ വന്നു എന്നുള്ളത് അനുഗ്രഹീതമായ ഒരു വിഷയം കൂടെയാ. പ്രിയപ്പെട്ടവരെ, തന്നെയുമല്ല, ഈ ശമൂവേലിനെ സംബന്ധിച്ച് പ്രവാചക ശുശ്രൂഷയും പൗരോഹിത്യ ശുശ്രൂഷയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ഒരു പ്രവാചകൻ ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനത്തിൻ്റെ മുൻപിൽ ദൈവശബ്ദമായി നിൽക്കുകയാണ്. ഒരു പുരോഹിതൻ ജനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ്. ഈ രണ്ട് അനുഗ്രഹീതമായ ശുശ്രൂഷകളും ഇവിടെ ഇതാ ശമൂവേലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിനായി സമർപ്പിച്ചാൽ ദൈവമാണ് ശുശ്രൂഷകൾ നൽകുന്നത്. ദൈവം തരുന്ന ഏത് ശുശ്രൂഷയും മാനുഷിക ദൃഷ്ടികൾ കാണുന്നത് പോലെയല്ല, മറിച്ച് തമ്പുരാൻ തരുന്ന ഏത് ശുശ്രൂഷയ്ക്കും അതിൻ്റെതായ മഹത്വമുണ്ട്, അതിൻ്റെതായ സ്വർഗീയ കർമ്മ പരിപാടികളുണ്ട്. അത് നിവർത്തിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ പഠനം തുടങ്ങുന്ന ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ തന്നെ അതിശക്തമായി കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ പ്രിയ സഹോദര അങ്ങയോടും എൻ്റെ പ്രിയ സഹോദരി നിങ്ങളോടും കർത്താവ് ആവശ്യപ്പെടുന്ന വിഷയം ദൈവത്തിനായി സമർപ്പിക്കുക. ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ തലമുറകളെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കും. തലമുറകൾ ദൈവത്തിനായി നിലനിൽക്കും. അവർ ദൈവത്തോട് വിശ്വസ്തരാകണമെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ചെറിയ പ്രായങ്ങളിൽ തന്നെ ദൈവത്തെ പറ്റിയുള്ള വിഷയങ്ങൾ, ആത്മീക വിഷയങ്ങൾ അവരെ പഠിപ്പിക്കുകയും മാതാപിതാക്കന്മാരുടെ ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കുകയും വേണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ്. എൽക്കാനയുടെ ജീവിതത്തിൻ്റെ ഭാഗ്യം എന്താണ്? ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ഒരു മകനെ ദൈവം അവന് നൽകി. ഇതിലും വലിയൊരു ഭാഗ്യം എന്താണ് ഒരു ഉത്തമ ഭക്തന് ലഭിക്കാനായിട്ടുള്ളത്? തലമുറകളെ ആദരിക്കുന്ന ദൈവം നമുക്കായിട്ട് ജീവിക്കുന്നു. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതം നമുക്ക് നിറവേറ്റുവാൻ ഈ ലഘുപഠനവും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.